ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ എല്ലാവരുടെ ആഗ്രഹമാണ് വീട്ടുവളപ്പിലൊരു മീൻകുളം നിർമ്മിക്കുക, തുടക്കത്തിൽ വിജയകരമായിട്ട് ഒരു വിളവെടുപ്പ് നടത്തുക, പിന്നീട് അത് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിലേക്ക് വളർത്തുക, അതുപോലെ തന്നെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കണ്ടെത്തുക. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തൂക്കാടുള്ള സിറാജിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം വീട്ടുവളപ്പിൽ തന്നെ ചെറിയൊരു അക്വപോണിക്സ് സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അക്വപോണിക്സിനെ കുറിച്ച് കൂടുതൽ കാഴ്ചകൾ ഒരുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിവിടെ ബെൽ സൈഫൺ അല്ല, ബെൻഡ് സൈഫൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇതുപോലെ ചെറിയ ചെറിയ രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസമുണ്ട്. അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ അബ്ദുൽ സമദ് കുറ്റു, വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. ഫ്രണ്ട്സ്, നമ്മൾ സിറാജ് തൂവക്കാട് വീട്ടുവളപ്പിൽ ഒരുക്കിയിട്ടുള്ള ചെറിയൊരു അക്വപോണിക്സ് യൂണിറ്റാണിത്. നമുക്ക് അദ്ദേഹം ഇവിടെ ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഈ ഒരു സെറ്റപ്പ് ഇവിടെ വീട്ടിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? ഇതിപ്പോൾ 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ടാങ്ക് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണോ? അല്ല, ഇത് മുമ്പ് കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവയെ കുളിപ്പിക്കാനും പിന്നെ ഈ 2 സൈഡ് തോട്ടമുണ്ട്, വെറ്റില തോട്ടം. ഓക്കെ ഓക്കെ. അപ്പോൾ അത് നനക്കാനൊക്കെ കൂടി വേണ്ടിയിട്ട് ഉപയോഗിച്ചായിരുന്നു. ഓക്കെ. പിന്നെ അത് കന്നുകാലികളൊക്കെ ഒഴിവായപ്പോൾ പിന്നെ അത് ഈ രൂപത്തേക്ക് മാറ്റിയെടുത്താണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അതിന് ശേഷം എങ്ങനെയാണ് ഈ ഒരു അക്വപോണിക്സ് സിസ്റ്റം അല്ലെങ്കിൽ മീൻ കൃഷി ഇതിനോട് താല്പര്യം തോന്നുന്നത്, ഇത് ചെയ്യാനൊരു പ്ലാനിങ്? പൊതുവേ ഈ മീൻ കൃഷിയായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പിന്നെ കുറേ നമ്മളെ യൂട്യൂബിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ട് കുറേ ഗ്രൂപ്പ് അക്വപോണിക്സിൻ്റെ ഗ്രൂപ്പിൽ പെട്ടിട്ട് പിന്നെ അതിന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളും എന്താണ് യൂട്യൂബുകളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു കൃഷിയോടുള്ള താല്പര്യം പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അക്വപോണിക്സ് ആയിട്ടാണോ തുടങ്ങിയത്? മീൻ വളർത്തി തുടങ്ങിയതിന് ശേഷമാണ് അക്വപോണിക്സ് ആയിട്ട് മാറ്റിയത്? എങ്ങനെയാണ് ഇത്? ഞാൻ 1 വർഷം മുമ്പ് മീൻ വളർത്തിയിരുന്നു. അത് അക്വപോണിക്സും ഫിൽറ്ററും ഒന്നും ഉണ്ടായിരുന്നില്ല. മീൻ മാത്രം 1 വർഷം മുമ്പ് വളർത്തിയിരുന്നു? അതെ അതെ. ഓക്കെ. അന്ന് ഏതൊക്കെ വളർത്തിയിരുന്നു? അങ്ങനെ വിജയകരമായിരുന്നോ? ഇല്ല, അന്ന് നെട്ടറും വാള അതായിരുന്നു വളർത്തിയിരുന്നത്. ഓക്കെ. അത് വേണ്ടത്ര ഗ്രോത്ത് കിട്ടിയില്ല. അന്ന് നിങ്ങൾ ഈ ഫിൽട്രേഷനോ അല്ലെങ്കിൽ എയറേറ്ററോ ഒന്നുമില്ല. വെറുതെ ഒരു രസത്തിന് നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയതൊക്കെ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു അക്വപോണിക്സ് രൂപത്തേക്ക് മാറ്റിയെടുത്തത്. ഇപ്പം ഈ ഒരു അക്വപോണിക്സ് നിങ്ങൾ സ്വന്തമായിട്ടാണോ അങ്ങനെ ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്തത്, അതോ വേറെ ആരെങ്കിലും? ഇല്ല, അത് പ്ലംബർമാരായിട്ട് ആരും വിളിച്ചിട്ടില്ല. നമ്മളെ സുഹൃത്തുക്കളും ഞാനും കൂടി തന്നെയാണ്. പിന്നെ അതിന് ഗ്രൂപ്പിൽ നിന്ന് എന്ത് ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഒന്ന് നോക്കാം ഇതിൻ്റെ കാര്യങ്ങൾ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ എന്തോ അസോളല്ലേ ഇത്? ഇതിപ്പോൾ ഇത് അസോള ഇതിൽ ഇട്ടിട്ട് മീൻ തിന്നാത്തതുകൊണ്ട് പകർന്നാണോ അതോ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താണോ? അല്ല, ഇത് നെട്ടർ തിന്നുന്നില്ല, തീറ്റ എടുക്കണില്ല. അസോള ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോയാൽ അങ്ങനെയല്ലേ? ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ അക്വപോണിക്സ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വന്നു? അതായത് ടാങ്കിന് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് പഴയൊരു ടാങ്കാണ്, അതുകൊണ്ട് അതിന് എക്സ്പെൻസ് വന്നിട്ടില്ല. കറക്റ്റ് കണക്കും അറിയില്ല പഴയ കാലത്തുള്ളതുകൊണ്ട്. ഈ ഒരു സിസ്റ്റം മാത്രം, ഈ പ്ലംബിങ്ങും അതുപോലെ തന്നെ അക്വപോണിക്സിന് വേണ്ടിയിട്ടുള്ള മോട്ടർ അതുപോലെ എയറേറ്റർ, ഇങ്ങനെ മൊത്തത്തിൽ എത്ര ചിലവ് വന്നു എന്നുള്ളത് അറിയാം? ഇതൊരു 7000 രൂപൻ്റെ അത് അത്ര ചിലവ് വന്നുള്ളൂ. ഓക്കെ. 7000 രൂപയോളം ചിലവ് വന്നിട്ടുള്ളൂ മാക്സിമം. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ ഈ മോട്ടർ ഇതിന് സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സൺസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ JTP 5000 എന്ന മോട്ടറാണ്. അപ്പോൾ അത് വാട്ട്സ് കുറവാണ്, റേറ്റ് കൂടുതലുമാണ്. ഓക്കെ. അത് 4000 രൂപയോളം ഞാൻ വാങ്ങി അന്ന് റേറ്റ് വന്നിട്ടുണ്ട്. 5000 ലിറ്റർ പെർ ഹവറാണ് അതിൻ്റെ ഇത് വെള്ളത്തിൻ്റെ ഇത് പറയുന്നത്. ഓക്കെ. അതായത് 4000 രൂപയോളം മോട്ടറിന് വേണ്ടി മാത്രം ചിലവാക്കി. അതെ അതെ. ഈ ഒരു ടാങ്ക് ഇത് ഇങ്ങനെ ടാങ്കായിട്ട് വാങ്ങിയാണോ? അതെ അതെ. അത് 50 ലിറ്ററിൻ്റെ ടാങ്കാണ്. 50 ലിറ്ററിൻ്റെ ടാങ്ക്. ഒന്നിന് 180 രൂപ. 180 രൂപ റേഞ്ച്. അപ്പോൾ ഒന്ന് വാങ്ങിയാൽ കട്ട് ചെയ്ത് 2 പിന്നെ പ്ലംബിംഗ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളൂ അല്ലേ? ഇത് ഉണ്ടാക്കാൻ പുറത്തുനിന്ന് പ്ലംബറെ വിളിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ തന്നെ ചെയ്തല്ലേ? ഇത് അക്വപോണിക്സിന്റെ ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട്. ഓക്കെ. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറ്റിയ അതിൻ്റെ അഡ്മിന്മാരും കുറേ ആളുകൾ. ഇപ്പോൾ നമ്മൾ പ്രസാദ് മേനോൻ ബംഗാളിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂറ്റനാട്ടിലുള്ള ഒരാളുണ്ട്. അതുപോലെ നമ്മൾ മുമ്പൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നല്ലോ, ദിലീപേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മീനിന് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ ദിലീപേട്ടൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ എറണാകുളമുള്ള ഒരു ബെനറ്റ് സാറുണ്ട്, അതുപോലെ പട്ടാമ്പിലുള്ള ഒരു പ്രജീഷ് ഭായ്, ഇവരൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ എത്രയായി മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ട്? ഇപ്പോൾ 2 മാസം. 2 മാസം അല്ലേ? ഏതൊക്കെയാണ്? ഇതിപ്പോൾ ഇതിലുള്ള നെട്ടർ മാത്രം ഇട്ടുള്ളൂ. ഓക്കെ.
അതുപോലെ തന്നെ സിറാജ് ഭായി നമ്മൾ ഈ ഗ്രോ ബെഡ് സെറ്റ് ചെയ്തൊന്ന് വിവരിക്കാമോ? ഗ്രോബഡ് സെറ്റ് ചെയ്ത് ആദ്യം ഇതേപോലെ ഡ്രം വാങ്ങി 50 ലിറ്ററിൻ്റെ ഡ്രം വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിൽ ഇത് 1 ഇഞ്ചിൻ്റെ FTA MTA ആണ്. FTA ഇട്ടിട്ട് ഉള്ളിലേക്ക് ഒരു പൈപ്പ് ചെരിച്ച് കൊടുത്തു. പിന്നെ ഇതൊക്കെ 1 ഇഞ്ചാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ അത് ഒരു സൈഫണ്, ബെൻഡ് സൈഫണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെൽ സൈഫണും എല്ലാവരും യൂസ് ചെയ്യലുണ്ട്. പക്ഷെ ഇതിൽ ബെൽ സൈഫൺ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതെ, ബെൻഡ് സൈഫണ് പുറത്ത് വെച്ചു. അതിന്റെ പ്രവർത്തനം ഇപ്പൊ എങ്ങനെയാ വരുന്നത്? ഇതിലിപ്പോ വെള്ളം ചാടുന്നത് കാണുന്നുണ്ട്. അതെ. ഈ വെള്ളം ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മളിപ്പോൾ മെറ്റലിന്റെ 1 ഇഞ്ച് താഴെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ബെൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ബെൻഡിന്റെ ലെവലിൽ വെള്ളം വരുമ്പോൾ പിന്നെ അങ്ങനെ സൈഫണായി പോകും. ആ വെള്ളം മൊത്തം അതിൽ നിന്ന് പറ്റി പോകും. അതെ, ആ പ്രഷറിൽ ഇങ്ങോട്ട് വന്നിട്ട് സൈഫണായി പോകും. ഓക്കെ. അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഈ ഒരു മെറ്റൽ മാത്രമേ ഇട്ടുള്ളൂ. അതെ. പിന്നെ ഇതിൽ ഈ ചെടി പുറത്തുനിന്ന് നട്ടുപിടിപ്പിച്ച ഇതിലേക്ക് പറിച്ച് നട്ടല്ലേ? പറിച്ച് നട്ടിട്ടുണ്ട്. പിന്നെ ചീര മാത്രം നമ്മൾ വിത്ത് അതിൽ തന്നെ ഇട്ടിട്ട്, ചീര അതാ ഇവിടെ ഉണ്ട്, അത് വിത്ത് നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ട് മുളപ്പിച്ചാണ്. അതായത് ചീര അതിൽ തന്നെ ഇട്ട് മുളപ്പിച്ചതാണ്, വേറെ സെപ്പറേറ്റ് പുറത്തുനിന്നായിട്ട് പറിച്ചു വെച്ചതല്ല? അല്ല. ഓക്കെ. പിന്നെ ഇതിന് പമ്പിങ് എങ്ങനെയാണ്? ഇതിന്റെ താഴ്ഭാഗം ഷേപ്പ് ഉണ്ടോ അതോ കറക്റ്റ്? ഇല്ല, ഇത് ചെറിയൊരു സ്ലോപ്പ് നമ്മൾ ഈ ഭാഗത്ത് കണ്ട്, നമ്മൾ ഈ പച്ച പൈപ്പ് അതൊക്കെ കാണുന്നത്. ഓക്കെ, അതാണ് അതിന്റെ സബ്മേഴ്സിബിൾ പമ്പ് അവിടെ വെച്ചിട്ടുള്ളത്. വെള്ളം പമ്പ്. അതെ, അവിടുന്ന് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്ററിലേക്ക് പോവാം. ഓക്കെ, 2 ഫിൽറ്ററോട് കാണുന്നത്. അത് ആദ്യത്തെ ഒരു മെക്കാനിക്കൽ ഫിൽറ്റർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ ബയോ ഫിൽറ്റർക്ക് പോവാം. അതിന് പിന്നെ ഇങ്ങനെ ഗ്രോ ബെഡ്ക്ക്. അതിന് ആ പൈപ്പ് വഴി അല്ലേ? ആ പൈപ്പ് വഴി ഗ്രോ ബെഡിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഇങ്ങനെ വെള്ളം വീഴാൻ വേണ്ടിയിട്ട് ഹോൾ ഇട്ടുണ്ടാവും. സോൾഡറിങ് ആയതുകൊണ്ട് ഹോൾ ഇട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അതിന്ന് ഓവർ ഫ്ലോ വരുന്ന വെള്ളമാണ് ഇവിടെ ചാടിക്കൊണ്ട് ഓവറായിട്ട് വരുന്ന വെള്ളം. അതുപോലെ തന്നെ ഈ ഒരു സെറ്റപ്പ് എന്താണ്? അത് ഒന്നല്ല, നമ്മൾ ഗ്രോ ബെഡ് കുറവും പിന്നെ ഈ പമ്പിന്റെ 5000 ലിറ്ററിന്റെ പമ്പ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ഫിൽറ്റർ ടാങ്ക് പെട്ടെന്ന് ഓവർഫ്ലോ ആണ്. ഓക്കെ, 5000 ലിറ്റർ തന്നെ പെർ അവർ അല്ലേ? പെർ അവറിന്റെ പമ്പ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അതായത് ഈ ഒരു ടാങ്കിൽ ഇത് 100 ലിറ്റർ ഉണ്ടാവും അല്ലേ? 120 ലിറ്ററിന് ഈ ഒരു ടാങ്കിൽ ആ വെള്ളം കൊള്ളൂല. അപ്പോൾ ഓവർഫ്ലോ വരുന്നത് കുളത്തിലേക്ക് തന്നെ ചാടിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഗ്രോ ബെഡ് കൂട്ടുക. അപ്പോൾ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ സാധാരണ കുളത്തിന്റെ 3 ഭാഗം ഗ്രോ ബെഡ് വേണമെന്നൊക്കെ പറയാറുണ്ട്. കാരണം അമോണിയം കറക്റ്റ് നീക്കം ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ അമോണിയ കൂടുന്ന ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. 0.25 വരെ മാക്സിമം അമോണിയ. നിങ്ങളത് അമോണിയ ചെക്ക് ചെയ്യലുണ്ടോ? ഓക്കെ, ചെക്ക് ചെയ്യുന്ന സംഭവം ഉണ്ടോ? ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതും കൂടി നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു. ഇപ്പോൾ അവിടെ സൈഫണ് വർക്കായല്ലേ? അതെ, സൈഫണ് അവിടെ ആ 2 സൈഫണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആവാം. ഇപ്പോൾ അടുത്ത ഓക്കെ. ഇപ്പോൾ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ആ ലെവലിൽ കറക്റ്റ് ഫില്ലായി കഴിഞ്ഞാൽ മൊത്തത്തിൽ വരും അല്ലേ? നമുക്കൊന്ന് എയർ കുടുങ്ങിയതായാലും എയർ ടൈറ്റായി പോകും വെള്ളം വന്നു. ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ മീനിട്ടപ്പോൾ മീൻ ചാവുന്ന ബുദ്ധിമുട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? തുടക്കത്തിലൊരു ഫംഗസിന്റെ പ്രശ്നം വന്നു. ഒരു 10-30 മീൻ 30 ലിറ്ററോളം പോയിട്ട്. നിങ്ങൾ ഏതാ തീറ്റ കൊടുക്കുന്നത്? എന്താ തീറ്റ? ഫ്ലോട്ടിങ് കൈത്തീറ്റകൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? കൈത്തീറ്റ കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഇത് കൊടുക്കാറുണ്ട്, നമ്മളെ മുരിങ്ങന്റെ ഇല, കപ്പന്റെ ഇല അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ ചേമ്പിന്റെ ഇല അതൊക്കെ തിന്നുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഫണോടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുക അല്ലേ? അതെ. അതുപോലെ തന്നെ നിങ്ങൾ pH കറക്റ്റ് ആക്കാൻ എന്താ ചെയ്തത്? pH കറക്റ്റ് ആക്കാൻ ഇതിൻ്റെ ഈ നമ്മളിപ്പോൾ ഈ ഇതിൽ അടിക്കണ കുളത്തു നിന്നാണ് അടിക്കണേ. ഇതിന് pH ഒരു 7.2 ആ ലെവലിലാണ്. അതുകൊണ്ട് അതിന് വേറെ പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ മറ്റേ ബെൻഡ് സൈഫൺ ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കട്ടോ. അവിടെ എയർ ടൈറ്റ് ആയതുകൊണ്ട് വെള്ളം മൊത്തം വന്നുകൊണ്ടിരിക്കും. ഈ ഒരു കുളത്തിന്റെ നീളം വീതി എത്രയാണ്? ഇത് ഏകദേശം 3 മീറ്റർ വീതി. 3 മീറ്റർ വീതി, 4 മീറ്റർ നീളം. 4 മീറ്റർ നീളം. എത്ര കുഞ്ഞുങ്ങളെ പെട്ടിക്കണെന്ന് പറഞ്ഞത്? ഇതിലിപ്പോൾ 220 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുക. 250 കുഞ്ഞുങ്ങളോളം ഇട്ടിരുന്നു. ഓക്കെ. ഇത് ശരിക്കും 6000 ലിറ്ററോളം വെള്ളം. 6000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ 600 മീൻ വരെ ഇടാമെന്നാണ് പറഞ്ഞത്. നല്ല ഫിൽട്രേഷനും എയറേഷനും ഒക്കെ ഉണ്ടെങ്കിൽ 600 മീൻ വരെ ചെയ്യാമെന്നാണ്.
ഓക്കെ. അപ്പോൾ എയറേറ്ററും ഫിൽട്രേഷനും ഒക്കെ പക്കയാണെങ്കിൽ 600 മീൻ വരെ ഐഡൻസിറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത് നമ്മളൊരു പഠിക്കാണ് നമ്മൾ തുടങ്ങിയിട്ട്. ഓക്കെ, പരീക്ഷണാടിസ്ഥാനത്തിൽ. അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവർ ഐഡൻസിറ്റി ചെയ്യുന്നില്ല. ഒരു 250 മീനെ കിട്ടുള്ളൂ. ഒരു 2500 ലിറ്റർ വെള്ളം ഇപ്പോൾ ഇതിൽ നിറച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂട്ടിക്കൊണ്ടുവരിക അല്ലേ? ഓക്കെ. ഇപ്പോൾ 2 മാസമാണ് മീനായിട്ടുള്ളത് നമ്മളാക്കിയിട്ട്. അപ്പോൾ ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ വളർച്ചയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അക്വാപോണിക്സിൻ്റെ വളർച്ചയൊക്കെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത തവണത്തെ വിളവ് നമ്മൾ ഇറക്കുന്ന സമയത്ത് ഹൈ ഡെൻസിറ്റി ചെയ്യാനുള്ള പ്ലാനിങ്. അപ്പോൾ ഇത് നമുക്കൊരു പഠനവും കിട്ടിക്കൊണ്ട്. ഫ്രണ്ട്സ്, യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടിങ് തന്നെ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അനുകരിക്കാതെ ചെറിയ രീതിയിലുള്ള ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള യൂണിറ്റുകളൊക്കെ ഒന്ന് സെറ്റാക്കാൻ 100 മീനിനെ 200 മീനിനൊക്കെ വെച്ച് വളർത്തിയിട്ട് ശ്രമം നടത്തുക. അത് വിജയകരമാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക. അല്ലാതെ ഒറ്റയടിക്കന്നെ എടുത്ത് ചാടിയിട്ട് അബദ്ധത്തിൽ പോയി ചാടരുത്. കാരണം കൂടുതൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അത് അക്വാപോണിക്സിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് ഫിൽട്രേഷൻ്റെ സെക്ഷൻ. നമുക്ക് നോക്കാം. നമ്മുടെ പോണ്ടിലെ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഫിൽട്ടർ ടാങ്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്ന് മെക്കാനിക്കലും ഒന്ന് ബയോ ഫിൽട്ടർ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് വരുന്ന വെള്ളം പമ്പ് ചെയ്തിട്ട് നേരിട്ട് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഇത് മെക്കാനിക്കലൊക്കെ. ഇവിടെ മെക്കാനിക്കൽ ഫിൽട്ടർ ഇതിലെന്തൊക്കെ ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ വെള്ളം ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഒരു അടിയിൽ നിന്ന് ഒരടി മുകൾക്കായിട്ട്. ഓക്കെ. അതായത് ഇതാണ് ഇപ്പോൾ മെക്കാനിക്കൽ ഫിൽറ്ററിലേക്ക് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ മോട്ടറിൻ്റെ പവർ കൂടിയതുകൊണ്ട് നമ്മൾ എക്സസ് വരുന്ന വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുളത്തിലേക്ക് തന്നെ തള്ളിയിട്ടുള്ളൂ. ബാക്കി വരുന്ന വെള്ളം നേരിട്ട് ഇതിലേക്ക് വരും, മെക്കാനിക്കൽ ഫിൽറ്ററിലേക്ക് വരുന്നത് അടിഭാഗം. ഈ ഓവർഫ്ലോ ആയി പോകുന്ന വെള്ളം പല രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അവിടെ ഒരു കക്കത്തോടൊക്കെ ഇട്ടിട്ട് ഒരു ഫിൽറ്റർ ആക്കിയിട്ട് ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. കക്കത്തോടൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ചെയ്യാൻ. ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ വെള്ളം പുറത്തേക്ക് തീർന്ന് ഒഴുകി പോകാതിരിക്കാൻ നേരിട്ട് പോണ്ടിലേക്ക് തന്നെ വിട്ടു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ഒരു മെക്കാനിക്കൽ ഫിൽറ്ററിലേക്ക് താഴെ സെറ്റ് ചെയ്തില്ല അല്ലേ? ഇന്നർ സെറ്റ് ചെയ്തില്ല. ഓക്കെ. 3/4 ഇഞ്ച് ഓക്കെ. ഇത് പോയിട്ട് നമ്മൾ വെള്ളം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടീ ഇട്ടിട്ട് 2 എൽബോ. ഓക്കെ. അതായത് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇങ്ങനൊരു എന്നിട്ട് ഇവിടുന്ന്, അതായത് ഈ പൈപ്പ് വെള്ളം ഇന്നർ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു ടീ ഇട്ടിട്ട് ഇവിടുന്ന് ഒരു ഔട്ടർ ഇങ്ങോട്ടും ഒരു ഔട്ടർ ഇങ്ങോട്ടും. അപ്പോൾ അതായത് വെള്ളം ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ, ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ. അപ്പോൾ വെള്ളത്തിന് ഇങ്ങനെ ഒരു കറക്കം കിട്ടും അല്ലേ? പിന്നെ ഇതിനകത്ത് എന്തൊക്കെ സെറ്റ് ചെയ്തുള്ളത്? ഇതിനകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഈ ഹൈറ്റിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഇതിലും വല മാത്രം, ഈ കിണർ വല ഉണ്ടല്ലോ, കിണർ വല അല്ലെങ്കിൽ കൊതുക് വല, അങ്ങനത്തെ ഈ ചെറിയ നെറ്റ് വരുന്നത് അല്ലേ? ഇതിന് കണ്ണി പറ്റ ചെറുതാണ്. ഓക്കെ. അപ്പോൾ ഈ ബാക്ടീരിയ ഫോം ചെയ്യാനും ഈ നമ്മളെ സ്ലറി ഒക്കെ ഓക്കെ ഖരാവസ്ഥയിലുള്ള സ്ലറി സംഭവം മൊത്തത്തിൽ അടിഞ്ഞിരിക്കും. എന്നിട്ട് ഈ മുകളിൽ വരുന്ന വെള്ളം ഈ വഴി പുറത്തേക്ക് പോകും. ഓക്കെ. ഈ വെള്ളം പോകുന്ന ഔട്ടറായിട്ടായി കാണുന്നത്. ഇതുവഴി നേരിട്ട് ബയോ ഫിൽറ്ററിലേക്ക് വരും. ഓക്കെ. ഈ ബയോ ഫിൽറ്ററിൽ എങ്ങനെയാണ് സംഭവിച്ചത്? അടിയിൽ ഞാൻ കുറച്ച് കക്കത്തോട് ഇട്ടിട്ടുണ്ട്. ഇതിനടിയിൽ ഏറ്റവും അടിയിൽ കക്കത്തോട് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല എന്നും കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മള് വെള്ളം അയിമ വീഴ്ത്തിയിട്ടേ കാര്യമുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്നാലും കക്കത്തോട് pH ബാലൻസ് ചെയ്ത് നിർത്താൻ നല്ലതാണ് പറഞ്ഞത്. അത് കക്കത്തോട് ഇട്ടിട്ടുണ്ട്. അതിന് മേലെ പിന്നെ അതേപോലെ കിണർ വല ഇട്ടിട്ടുണ്ട്. അതിന് മേലെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്നതുണ്ടല്ലോ, സ്ക്രബ്ബർ കീഴ് കെട്ടിയിട്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ മേലെ ബയോസ്പോഞ്ച്, അതായത് ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ലെയർ ആയിട്ട് ഫസ്റ്റ് കക്കത്തോട് ഇട്ട്, സെക്കൻഡ് മറ്റേ എന്താ പറയാ കിണർ വല ഇട്ട്, സ്ക്രബ്ബർ ഇട്ട്, പിന്നെ ബയോസ്പോഞ്ച് വെച്ച്, പിന്നെ അതിന്റെ മേലെയും പിന്നെ ഇത് കിണർ വല ഇട്ട് അല്ലേ, ബയോസ്പോഞ്ച് വെച്ച്. ഓക്കെ. പ്രശ്നം നിങ്ങൾക്ക് കാണൂല, ഡാർക്കാണ്. സ്ക്രബ്ബർ ഇവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് അതുവഴി വെള്ളം ഇതുവഴി പുറത്തേക്ക് പോകും. എന്നിട്ട് ഈ ഒരു പൈപ്പ് വഴി നേരിട്ട് നമ്മളെ ഗ്രോ ബെഡിലേക്ക് പോകും അല്ലേ? ഗ്രോ ബെഡ് ഇപ്പോൾ ആവശ്യത്തിൽ കുറവാന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, ഇതിമക്ക് സെറ്റ് ചെയ്യാൻ ഒരു ബക്കറ്റ് സിസ്റ്റം എന്നാണ് ഇപ്പം ഇതിന് പറയുക. ഇതിന്റെ മേലെ തന്നെ വെച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഇതിമുള്ള നമ്മൾ സൗകര്യത്തിന് നമ്മൾ ചെയ്താണ്. ഓക്കെ. ഇങ്ങനെ ഭാവിയിൽ മറ്റേ ഗ്രോ ബെഡുകൾ കൂട്ടാനുള്ള പരിപാടി വേറെ പോണ്ട് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ ഇതിപ്പോൾ ഫിൽട്രേഷൻ ഇപ്പോൾ ആർക്കും അവരെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ അമോണിയ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. നമുക്ക് നോക്കാം എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ pH ടെസ്റ്റ് ചെയ്യുന്ന ലിക്വിഡുണ്ട്. നമുക്ക് അതും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം കാണിച്ചത്? ഇത് API എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറേ നല്ല റിസൾട്ടാണ് എല്ലാവരും പറഞ്ഞത്.
ഇത് 2 ബോട്ടിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് 8 ഡ്രോപ്പ് നമ്മൾ ചെയ്യണം. രണ്ടും 8 ഡ്രോപ്പാ? അതെ, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ചെക്ക് ചെയ്യാനുള്ള വെള്ളം എടുക്കുകയാണ്. $5 ml ടെസ്റ്റ് ട്യൂബിൽ 5 ml വെള്ളം എടുക്കുക അല്ലേ? ഓക്കെ. ഇതിൻ്റെ ബോട്ടിൽ 1. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കയ്യിലുണ്ടാവും കേട്ടോ. ഫസ്റ്റ് ബോട്ടിൽ 8 ഡ്രോപ്പ്. ഈ സെക്കൻഡ് ബോട്ടിൽ അതും 8 ഡ്രോപ്പാണ്. 8 ഡ്രോപ്പാണല്ലേ? എന്നിട്ട് ഇത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ട് ഷേക്ക് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കണല്ലേ? ഓക്കെ. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരം നമ്മളിത് വെച്ച് ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കാം. ഇതെങ്ങനെ ഇതിൻ്റെ റിസൾട്ട് നോക്കല് കാര്യങ്ങൾ? റിസൾട്ട് ഇതാ, ഈ കളർ കോഡ് നോക്കല്ലേ, ടീമുള്ള കളർ കോഡ് നോക്കിയാൽ ഇപ്പോൾ ഏകദേശം ഈ കളർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 0.25 വരുന്നുണ്ട്. ഓക്കെ. ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റ് എത്രയാണ് വേണ്ടത്? മീനുകൾക്ക് അനുയോജ്യമായ മെഷർമെൻറ്റ് എത്രയാണ്? മെഷർമെൻറ്റ് വെച്ചാൽ അമോണിയ എപ്പോഴും കുറഞ്ഞ് നിൽക്കണം, അതാണ് ഇതിൻ്റെ ഇത്. പിന്നെ 1 കൂടിയ ഭയങ്കര കുറച്ച് പ്രശ്നമാണ്. അതായത് 0 ഈ ഒരു ഇതുവരെ പോവാം, 0.50 വരെ പോയിച്ചിട്ട് കാര്യമായിട്ട് പ്രശ്നമില്ല. അതിന് മുകളിലേക്ക് പോകാം. അതെ, എപ്പോഴും എത്രയും കുറവ് 0-ൽ ചെയ്യാൻ പറ്റും, അത്രയും ബെറ്ററാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു സംഭവം ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണോ, എങ്ങനെ സംഭവം? അല്ല, ഇത് ഞാൻ പിന്നെ വായൂർ ഫിഷ് ഫാമിലെ നമ്മളെ രാംകുമാർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സംഭവം അക്വേറിയം ഷോപ്പിൽ കിട്ടോ? അക്വേറിയം ഷോപ്പിൽ ചില സ്ഥലത്ത് കിട്ടും, ചില സ്ഥലത്ത് കിട്ടും അല്ലേ? വലിയ ഷോപ്പൊക്കെ ആണെങ്കിൽ കിട്ടാൻ സാർ. ഓക്കെ. ഇതിപ്പോൾ വാഴൂർ ഫിഷ് ഫാം എന്ന് വാങ്ങിയാന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തും അനുയോജ്യമായ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് ഉചിതമായ സ്ഥലത്തുനിന്ന് വാങ്ങാൻ ശ്രമിക്കുക, റേറ്റ് ചോദിച്ച് വാങ്ങാം. ഒരിക്കലും നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇന്നയാളെ പ്രൊമോട്ട് ചെയ്ത് ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങി എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിക്കരുത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഈ ഒരു വീഡിയോയിലിടക്ക് ഇങ്ങനെ ഒരു സംഭവം പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈനിലും കിട്ടുമായിക്കാരല്ലേ? ഓൺലൈനിൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളെ സിറാജ് ഭായ് ഇത് വാങ്ങിയിട്ട് കുറച്ചായി എന്ന് പറഞ്ഞു. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് അറിയുള്ളൂ. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? അന്ന് PH അന്ന് 700 രൂപ അറേഞ്ച് ആണ്. PH-ന് 700 രൂപ, അമോണിയൻ്റെ 1000 രൂപ. അമോണിയൻ്റെ 1000 രൂപ എന്നല്ലേ? ഓക്കെ. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ കണ്ടത് സിറാജ് തൂവക്കാട് വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ചെറിയ അക്വപോണിക്സ് യൂണിറ്റാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രം, ആ പോസിറ്റീവായിട്ടുള്ള വശം മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക. കാരണം വെച്ചാൽ ഈ ഒരു ഫിൽട്രേഷൻ സംവിധാനം നമ്മളുടേതായ രീതിയിൽ പല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ 1-2 എക്യുപ്മെൻറ്റ്സ്, PH, അമോണിയ അളക്കുന്ന മെറ്റീരിയൽസൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി. അത് ഒരുപാട് സ്ഥലങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ വാങ്ങിയിട്ടുള്ള 1-2 സ്ഥലങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച് നിങ്ങളെ താല്പര്യമാണ്, വീഡിയോ കാണുന്ന നിങ്ങളെ ഇഷ്ടമാണ് എവിടുന്ന് വാങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് പല കർഷകരുടെ എക്സ്പീരിയൻസ് ആണ് പങ്കുവെക്കുന്നത്. അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഒരിക്കലും നമ്മൾ ആരെയും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടെ പോയി ചെയ്യണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. നമ്മൾ ഓരോ ഫാമുകൾ കാണുന്നത്, നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാർമർ സിറാജ് തൂവക്കാടിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് വിളിച്ച് സംസാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.